നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വീട്ടില് ഇ ഡി പരിശോധന നടത്തി വീണ വിജയനെ ചോദ്യം ചെയ്ത് റെയ്ഡൊക്കെ നടത്തി പുറത്തിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളിയ വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം. വയനാട്ടിലെ ആ ദുരന്തത്തില് ഈ വാർത്ത മുങ്ങിപ്പോയതാണ്. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ടിട്ട് മുൻ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്തതിനും സെർച്ച് നടപടികൾക്ക് ശേഷം സമാധാനപരമായി മടങ്ങുകയായിരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെയാണ് CPM ഗുണ്ടകളും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകരും എല്ലാം ചേർന്ന് കയ്യാങ്കളിയിലൂടെ പഞ്ഞിക്കിട്ടത്. അക്രമത്തിൽ 3-4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അവരുടെ വാഹനങ്ങൾ അടിച്ചു തകർത്തു. ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിച്ചു. ഇങ്ങനെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കോടതി, പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി S നസീറ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത് ആയിരുന്നു കഴിഞ്ഞ ദിവസം വാർത്തയായത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പാർട്ടി അടിമകൾക്ക് ഹൈക്കോടതിയെ സമീപിച്ചാൽ പോലും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് വിലയിരുത്തൽ. കേസിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ED ഇപ്പൊ പറയുന്നത്. സംസ്ഥാന തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, അതുപോലെ പ്രാദേശിക നേതാക്കൾ, ജില്ലാ നേതൃത്വം, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണ് എന്നാണ്. MP മാരും MLA മാരും മുതിർന്ന ജില്ലാ നേതാക്കളും എല്ലാവരും സംഭവ സ്ഥലത്ത് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ അണികള് ഇത്തരത്തിലൊരു ഗുണ്ടാസംഘമായി ഡിവൈഎഫ്ഐ പ്രവർത്തകര് ഒക്കെ ഇടിച്ചു കയറിയിട്ട് ED ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. അതായത് ഈ നേതാക്കൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ്. അവരാരും നോ, അരുത് എന്ന് പറഞ്ഞില്ല. ഭരണത്തിലിരുന്നവരും മന്ത്രി, മുഖ്യമന്ത്രി പദവികളൊക്കെ അലങ്കരിച്ചവരുമായിട്ടുള്ള, അതായത് പിണറായി വിജയൻ അടക്കമുള്ള അവർ എല്ലാവരും ആ പരിസരത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കൾക്ക് ഈ അക്രമം വേണ്ടി വന്ന തടയാമായിരുന്നു. അത് ED ഉദ്യോഗസ്ഥരാണ്, അവരന്വേഷിച്ച് പോട്ടെ, ഇവിടെ മടിയിൽ കനമില്ല, യാതൊരു വിഷയവുമില്ല, അതുകൊണ്ട് ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവരങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതിയാൽ മതി. പക്ഷെ അവരതിന് മുതിർന്നില്ല. അങ്ങനെ മുതിരാതെ ED ഉദ്യോഗസ്ഥരെ വളഞ്ഞു വെച്ച് ആക്രമിച്ച് വാഹനം കേടുവരുത്തിയതോട് തന്നെ ഒരു ഗൂഢാലോചനയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഴം വ്യക്തമാകുന്നുണ്ട്. നിയമപരമായിട്ട് കോടതികളെ സമീപിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ നേരിടേണ്ടതിന് പകരം നേതാക്കൾ കാട്ടിയിട്ടുള്ള, അല്ലെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള ആവേശം അങ്ങോട്ടെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് അനാവശ്യമായിട്ട് പണിക്ക് എടുത്ത് ചാടിയിട്ടുള്ള സാധാരണക്കാരായ പാർട്ടി അടിമകൾക്കാണ് അവരാണ് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. നേതാക്കന്മാര് അവരെല്ലാവരും സുരക്ഷിതമായി AC-യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അവർ പുറത്ത് നിൽക്കുകയാണ്. അവരുടെ ആഹ്വാനങ്ങള് അല്ലെങ്കിൽ അവരുടെ സിഗ്നലുകളൊക്കെ കേട്ട് നിയമം കയ്യിലെടുത്തിട്ടുള്ള അണികൾ, പാവം അണികൾ, അവർ ഇനി എന്നാണ് ജാമ്യം കിട്ടുക, അല്ലെങ്കിൽ എന്ന് പുറത്തിറങ്ങാൻ പറ്റും, എന്ന് തങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേരാൻ പറ്റും, തങ്ങളുടെ മാതാപിതാക്കളെ എന്ന് മരുന്ന് വാങ്ങി കൊടുക്കാൻ പറ്റും, മക്കളെ എന്ന് വിദ്യാഭ്യാസത്തിന് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിൽ എപ്പോ പച്ചരി വാങ്ങിക്കൊടുക്കാൻ പറ്റും, എപ്പോ അടുപ്പ് പുകയാൻ പറ്റും എന്നൊക്കെ ഓർത്ത് അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥ വല്ലാത്തൊരു ദുരവസ്ഥയാണ്. നിലവിൽ 25ഓളം പ്രതികളാണ് കേസിൽ റിമാൻഡിൽ കഴിയുന്നത്. അക്രമത്തില് പങ്കാളിയായിട്ടുള്ള 10-20ഓളം പ്രതികളെ കൂടി ഇനി പെട്ടെന്ന് വളരെ അടുത്ത് തന്നെ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ ED പിടികൂടാനുണ്ട്. 300ഓളം പ്രതികളുമുണ്ട്. അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ മൊബൈൽ ഫോണുകൾ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിച്ചതിൽ നിന്നും ചില വിവരങ്ങൾ, ചിലരെ വിളിച്ചതായിട്ടുള്ള വിവരങ്ങളും ചില പ്രത്യേക കാര്യങ്ങളും ഒക്കെ ഡിലീറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനർത്ഥം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആരുമായിട്ടൊക്കെ ഉണ്ട് തന്നെയാണ്. 26 ഫോണുകളും ഇപ്പോ വലിയ ഡീപ്പായിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഒളിവിലുള്ള ബാക്കി പ്രതികൾ, ഇപ്പൊ പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുള്ള പ്രതികൾക്ക് പുറമെ ഒളിവിലുള്ള ബാക്കി പ്രതികളെ കൂടി പിടികൂടിയിട്ട് അവരുടെ ഫോൺ രേഖകൾ കൂടി പരിശോധിച്ചാൽ അക്രമത്തിന് ആരാണ് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ആരാണ് ആഹ്വാനം നൽകിയത് എന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആരായിരുന്നു, ആരാണ് പോയി തല്ലിപ്പൊളിക്കാൻ പറഞ്ഞത് എന്നൊക്കെ കൃത്യമായി വിവരങ്ങൾ അറിയാൻ പറ്റും. ഫോണിലെ ഒരു ചെറിയ സന്ദേശം, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ തെളിവ്, ഇതെന്തെങ്കിലും മതിയാവും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള വലിയ തലകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ. ഡിലീറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയുടെ വീണ്ടെടുത്താൽ ED അതിന്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതിന്റെ റിസൾട്ട് കിട്ടുന്നതിനാണ് ED കാത്തു നിൽക്കുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. CMRL കേസിലെ അന്വേഷണം ഇപ്പോഴത്തെ ഗതിയിൽ ഇതിനെ ഇറക്കി വിട്ടിട്ടുള്ള ഉന്നതന്മാരിലേക്ക്, പ്രമുഖ വ്യക്തികളിലേക്ക് നീണ്ടു പോകുന്ന സാഹചര്യത്തിൽ, സൂചനകൾ കിട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോ അകത്ത് കിടക്കുന്ന പ്രതികൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് നിലവിലുള്ള അന്വേഷണത്തെ സാരമായി ബാധിക്കുമെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുമെന്നാണ് ED സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സന്തോഷ് ജോസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കരിമണല് ഈ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 1600 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ED
പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം എങ്ങോട്ടാണ് പോയത്? ഇത് വിദേശത്തേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരാണ് പണം സൂക്ഷിക്കുന്നത്? എന്തിനാണ് കൊണ്ടുപോയത്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ആവശ്യമുണ്ട്. അതീവ രഹസ്യമായ അന്വേഷണം അതിനുവേണ്ടി നടക്കുന്നുമുണ്ട്. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ വിദേശ ഫണ്ടുകളിലേക്കും അന്വേഷണം നീണ്ടാൽ പണം അവിടെ എത്തി അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ അങ്ങനെ നടന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇ ഡി ഈ കേസ് ദേശീയ സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള NIA ഏൽപ്പിക്കും, അതല്ലെങ്കിൽ CBI ഏൽപ്പിക്കും. അതോടുകൂടി കാര്യങ്ങൾ ഏകദേശം തീരുമാനമാവും നമ്മുടെ നേതാക്കളുടെ കാര്യത്തിൽ. കേസിലെ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നല്ലോ. ആ ജാമ്യം കിട്ടിയത് പ്രോസിക്യൂട്ടറുടെ ഒത്തുകളി അല്ലെങ്കിൽ ഗീനാകുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അന്വേഷണം ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പോലീസ് കസ്റ്റഡിയുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ തെറ്റായ വിവരമാണ് അന്ന് കോടതിക്ക് നൽകിയത്. ഇത്തരത്തിൽ തെറ്റായ ഒരു നടപടി നൽകിയതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരുടെ രാഷ്ട്രീയ സാഹചര്യം, ഒരു പിൻവലി ഒക്കെ നമുക്കറിയാം. ഇതിനെതിരെ നിലവിൽ ED ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 9ാം പ്രതിയുടെ ജാമ്യം അതുകൊണ്ട് തന്നെ റദ്ദാക്കപ്പെടാൻ സാധ്യതയുമുണ്ട്. ഈ കേസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വിദേശ ഫണ്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് പണം കടത്തൽ ഇതൊക്കെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ UAPA പോലുള്ള കടുത്ത വകുപ്പുകൾ ഈ കേസിൽ ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരത്തില് കേസ് വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ NIA കേസ് ഏറ്റെടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ കേസുകളിലെ പോലെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങാവുന്ന ഒരു സ്വാഭാവിക ജാമ്യം ഉണ്ടല്ലോ, അത് ഈ സാധുക്കൾക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ 90 ദിവസത്തിനുള്ളിൽ നോർമൽ കേസിൽ അവർ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം കട്ടപ്പുകയാവും. വിചാരണ തീരുന്നത് വരെ, അതായത് വർഷങ്ങളോളം പുറലോകം കാണാതെ ഇവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല, നേതാക്കളുടെ തോന്നിയാസം കേട്ടിട്ട് അവരുടെ വാക്ക് കേട്ടിട്ട് എടുത്തു ചാടി അനാവശ്യമായ നിയമം കയ്യിലെടുക്കുന്നവർക്ക് ഇതൊരു വലിയ പാഠമായിരിക്കും. കളിപ്പിക്കാൻ പലരും കാണും, കളി കാണാൻ ആരും ഉണ്ടാവില്ല. അവനവൻ മാത്രമേ ഉണ്ടാവൂ, അനുഭവിക്കാൻ അവനവന്റെ കുടുംബാംഗങ്ങളും. Different angles. Don't forget to subscribe and support this channel.